നിയമസഭയിലേക്കുള്ള BJP സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടിക കേന്ദ്ര നേതൃത്വത്തിൻ്റെ പരിഗണനയ്ക്ക് അയച്ചിരിക്കുകയാണ് കേരള സംസ്ഥാന നേതൃത്വം. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താഡ്വേയുടെ സാന്നിധ്യത്തിൽ പട്ടിക ചർച്ച ചെയ്തു. ആ പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തു. 16 പേരുടെ ലിസ്റ്റാണ് കേന്ദ്ര നേതൃത്വത്തിന് പ്രാഥമികമായി കൈമാറിയിരിക്കുന്നത് കേരള നേതൃത്വം. അത് അനുസരിച്ച് ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കും. ആറന്മുളയിൽ കുമ്മനം മത്സരിച്ചാൽ അവിടെ വിജയസാധ്യത ഉണ്ടെന്നാണ് BJP കേരള ഘടകം കരുതുന്നത്. മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥി. K. സുരേന്ദ്രൻ വട്ടിയൂർക്കാവ് മത്സരിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ മഞ്ചേശ്വരമാണ് കുറച്ചും കൂടി സാധ്യതയുള്ള മണ്ഡലം, K. സുരേന്ദ്രന് കുറച്ചും കൂടി സാധ്യതയുള്ള മണ്ഡലം എന്ന് സംസ്ഥാന നേതൃത്വം കണ്ടെത്തുകയായിരുന്നു. BJP മുൻ അധ്യക്ഷൻ കൂടിയാണ് K. സുരേന്ദ്രൻ. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് സ്ഥാനാർത്ഥി, അതിൽ മാറ്റമില്ല. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ B. മുരളീധരൻ സ്ഥാനാർത്ഥിയാകും. അദ്ദേഹം പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് കാട്ടാക്കട മത്സരിക്കും. BJPയുടെ ക്രൈസ്തവ മുഖമായ അനൂപ് ആന്റണി തിരുവല്ലയിലും ഷോൺ ജോർജ് പാലയിലും മത്സരിക്കും. പൂഞ്ഞാറിൽ PC ജോർജ് മത്സരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ അച്ഛനും മകനും മത്സരിക്കുന്ന ഒരവസ്ഥ സംജാതമാകും. BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കും. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതി ചെങ്ങന്നൂരിലാണ് മത്സരിക്കുക. തൃശ്ശൂരിൽ MT രമേശ് സ്ഥാനാർത്ഥിയാകും. അവിടെ പത്മജ വേണുഗോപാലിന് സീറ്റില്ല എന്നുള്ളതും ശ്രദ്ധേയം. ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് മത്സരിക്കാനാണ് സാധ്യത. കായംകുളത്ത് ശോഭയുടെ പേര് നിർദ്ദേശിച്ചു കഴിഞ്ഞു. എന്നാൽ മറ്റ് മണ്ഡലങ്ങളും ശോഭാ സുരേന്ദ്രന് വേണ്ടി BJP നോക്കുന്നുണ്ട്. എവിടെ നിന്നാലും ക്രൗഡ് പുള്ളറാകാനുള്ള അസാധ്യമായ വൈഭവം ശോഭാ സുരേന്ദ്രനുണ്ട്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ശ്രീലേഖ IPS സീറ്റ് ഇല്ല. അവിടെ കൃഷ്ണകുമാർ G, സിനിമാ നടനായ കൃഷ്ണകുമാർ G ആണ് മത്സരിക്കുന്നത്. ചാത്തന്നൂരിൽ BB ഗോപകുമാർ വീണ്ടും മത്സരിക്കും. കരുനാഗപ്പള്ളിയിൽ ജിതിൻ ദേവാണ് സ്ഥാനാർത്ഥി. കാഞ്ഞിരപ്പള്ളിയിൽ N. ഹരി സ്ഥാനാർത്ഥിയായി മാറും. BDJS-ഉം 2020-യും ഇപ്പോൾ BJPയുടെ ഘടക കക്ഷികളാണ്. അവർക്ക് 40 സീറ്റുകൾ നൽകാനാണ് BJPയുടെ തീരുമാനം. 2020 BJPയിലേക്ക് വന്നത് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് BJP നേതാക്കൾ കരുതുന്നു. എന്തായാലും BJP തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. കുറഞ്ഞത് 10 സീറ്റെങ്കിലും പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം അനുസരിച്ചാണ് അവർ നീങ്ങുന്നത്. 10 സീറ്റ് പിടിച്ചില്ലെങ്കിലും 5 സീറ്റെങ്കിലും നേടാൻ കഴിഞ്ഞാൽ അത് തന്നെ അവർക്ക് വലിയ ലാഭമാണ് ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയത്തിൻ്റെ സ്ഥിതിഗതികൾ അനുസരിച്ച്. അത് അനുസരിച്ചുള്ള കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് അവർ നിർത്തിയിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനൊക്കെ ഏത് മണ്ഡലത്തിൽ നിന്നാലും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്ന നേതാവാണ്. അവരെ കായംകുളത്ത് നിർത്താൻ ഉദ്ദേശിച്ചതിലൂടെ കായംകുളത്ത് തീവാറുന്ന ഒരു ത്രികോണ പോരാട്ടം തന്നെ നടക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും കരുതി തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ ഈ പ്രാഥമിക ലിസ്റ്റ് കേന്ദ്ര നേതൃത്വം
അംഗീകരിക്കും എന്ന് തന്നെയാണ് കേരളത്തിലെ BJP പ്രതീക്ഷിക്കുന്നത്.